ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മൈനോഫ്. മക്കളെ, നമ്മുടെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ക്രിസ്മസ് പരീക്ഷയിൽ ഇംഗ്ലീഷിൽ എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ഹിന്ദിയുടെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്ത ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം. പിന്നെ അതിൽ ഞാൻ ദിശയിലെ 1-2 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ പല സ്കൂളുകളും അതുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഇത്രയും കാലമായിട്ട് ഹാഫ് ഇയർലി എക്സാമിന് ദിശയെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരോട് കൂടി ഒന്ന് ചോദിച്ച് നോക്കുക. അങ്ങനെ സ്കൂളിലെ ടീച്ചർമാർ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത് പഠിക്കേണ്ടതില്ല. മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനാണ് സാധാരണ ദിശയെന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ച് കഴിഞ്ഞിട്ട് ടൈമുണ്ട് മാത്രം ദിശ പഠിച്ചാൽ മതി. അതേപോലെ സ്കൂളിലെ ടീച്ചർമാർ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഠിക്കും വേണ്ട. ഓക്കെ, ബാക്കിയുള്ള എന്തായാലും പഠിക്കുക, വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിന്ന് ഇംഗ്ലീഷിൽ എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കാം. ഇതിൽ പറയുന്ന കാര്യങ്ങൾ മൊത്തം മക്കൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും A+ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. A+ കുറഞ്ഞൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, എന്തായാലും കിട്ടും മക്കളെ. അപ്പോൾ കുറെ ക്ലാസ് എടുത്തിട്ട് സൗണ്ട് ഒക്കെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടിന് ഒരു കരകര സൗണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും മക്കളെ നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കണം. മക്കൾ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിക്കല്ലേ, പ്രഡിക്ഷൻ എന്തായിരിക്കും അല്ലേ? കൃത്യമായ പ്രഡിക്ഷൻ ഒക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ചേറിയിട്ട് തരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മൾ പ്രഡിക്ഷൻ തന്നെ എപ്പോഴും അങ്ങനെ 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും ഒരു 2-3 എണ്ണം ഞാൻ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കുകയാണെങ്കിൽ ഇതിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കേണ്ടത് അപ്രീസിയേഷൻ അല്ലടാ. 5 മാർക്കിന് നിങ്ങൾക്ക് എന്തായാലും അപ്രീസിയേഷൻ വരും അല്ലെ. കവിതകൾ നമുക്ക് പ്രധാനമായിട്ട് 2 കവിതയാണ് ഹാഫ് ഇയർലി പോർഷൻസിൽ ഉള്ളത്. മിക്കവാറും അതിലേതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരിക. ഒരു 99% ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് 2 കവിതകൾ, ഒന്ന് ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ, മറ്റൊന്ന് പോയട്രി. ഇതിലേതെങ്കിലും ഒന്നിന്റെ അപ്രീസിയേഷൻ ഇപ്രാവശ്യം വരും. അതുകൊണ്ട് മക്കൾ എന്ത് വിചാരിച്ചാൽ അത് രണ്ടും കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ എല്ലാ നോട്ടുകളുടെയും വീഡിയോകൾ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ SLC ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം 2024-25 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. നോക്കുക, പഠിക്കുക, കാണുക. ഓക്കെ, അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 2 പഠിക്കുക. പഠിച്ചല്ലോ, പഠിക്കണം. ഓക്കെ, പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കുക, എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക കേട്ടോ. അതേപോലെ തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു കവിതയുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമുക്ക് വരില്ലേ. അപ്പൊ എന്തായാലും പഠിക്കുന്ന കൂട്ടത്തിലൊന്ന് വൃത്തിയാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് 4 മാർക്കിനോ 5 മാർക്കിനോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 1 വേർഡ് ക്വസ്റ്റ്യൻസും വരും. അതും കൂടി എന്റെ കൂടെ പഠിക്കുക കേട്ടോ. ഇതിന്റെയൊക്കെ ബല്ലാഡ് ഓഫ് ഫാദർ ഗില്ലിഗനും പോയട്രീന്റെ ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടുനോക്കുക. ഇനി നെക്സ്റ്റ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന റൈറ്റപ്പ് അല്ലെങ്കിൽ നെറേറ്റീവ് ആണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണല്ലോടാ. അപ്പൊ അത് നിങ്ങൾ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക്, പക്ഷെ എന്നാലും കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത് സ്കോളർഷിപ്പ് ജാക്കറ്റും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി അവർ വീഡിയോയാണ്. ഇത് രണ്ടിന്റെയും സമ്മറികൾ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് റൈറ്റപ്പ് ആയാലും നെറേറ്റീവ് ആയാലും നല്ല മനോഹരമായിട്ട് എഴുതാൻ കഴിയും. ഇതിന്റെ വീഡിയോകൾ നല്ല ഉഡായിപ്പ് വീഡിയോകളും നല്ല വീഡിയോകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണുക, പഠിക്കുക. ഇനി അതേപോലെ തന്നെ ചിലപ്പോൾ ഞാൻ 100% ഉറപ്പ് പറയുന്നില്ല, മിക്കവാറും നിങ്ങൾക്ക് ചിലപ്പോൾ റിവ്യൂ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ അത് നെവർ നെസ്റ്റ് എന്ന ചാപ്റ്ററിലായിരിക്കും. റിവ്യൂ എന്ന് കേൾക്കുമ്പോൾ എന്തോ അന്നം വിട്ട് കുന്നം പോലെ നിൽക്കേണ്ട, റൈറ്റപ്പ് പോലത്തെ ഒരു സാധനം തന്നെയാണ്. ആ ചാപ്റ്ററിനെ കുറിച്ച് എഴുതാം, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതാം. നമ്മൾ സിനിമന്റെ ഒക്കെ റിവ്യൂ പറയില്ലേ, അതേപോലെ തന്നെ. അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടുക, പഠിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ആണ്. 6 മാർക്കിനൊക്കെയാണ് നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുള്ളത്. ജോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി എവർ മെയ്ഡ് എന്ന് പറഞ്ഞതിലെ പ്രധാന കഥാപാത്രമാണ് മിസ്റ്റർ ജോൺ. അപ്പൊ ജോണിനെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ മാർത്തയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് മറ്റൊരു ഇമ്പോർട്ടന്റ്. പിന്നെ ഓൺ ദി ചെയിൻ, നെവർ നെസ്റ്റിലെ ഓൺ ദി ചെയിൻ അല്ലെ, നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാൾമെന്റിനെ എതിർക്കുന്ന ഒരു സ്ത്രീയാണല്ലോ. അപ്പൊ അവരുടെ ഒരു ക്യാരക്ടർ സ്കെച്ചിനും പോസിബിലിറ്റി ഉണ്ട്. ഈ 3 ക്യാരക്ടർ സ്കെച്ച് പഠിച്ചാൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇപ്രാവശ്യം വന്നിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡയറിയാണ് മക്കളെ. ഡയറിയും ഇതേപോലെ തന്നെ ജോണിന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റിലെ ജോണിന്റെ അല്ലെങ്കിൽ മാർത്തയുടെ, അതല്ലെങ്കിൽ അഡിച്ചിയുടെ റൂംമേറ്റ് ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന ചാപ്റ്ററിൽ അഡിച്ചിയുടെ ഒരു അമേരിക്കൻ റൂംമേറ്റ് ഉണ്ട് അല്ലെ. അവർക്ക് അഡിച്ചിയെ കുറിച്ച് കുറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. അഡിച്ചിക്ക് ഇംഗ്ലീഷ് അറിയില്ല, പാവത്താനാണ്, അങ്ങനെയെന്നൊക്കെ. ഇതെല്ലാം നമ്മുടെ അടിച്ച് പൊളിച്ചടക്കി കൊടുത്തു അല്ലെ. അപ്പോൾ ആ ഒരു സിംഗിൾ സ്റ്റോറിയെ കുറിച്ച് നമ്മുടെ അഡിച്ചിയുടെ റൂംമേറ്റ് എഴുതുന്ന ഒരു ഡയറി ചിലപ്പോൾ ചോദിച്ചേക്കാം, അത് പഠിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് റൈറ്റിംഗ് വരും. 6 മാർക്കിനൊക്കെയാണ് പാരഗ്രാഫ് റൈറ്റിംഗ് ചോദിക്കാറുള്ളത്. അത് ഒന്നുകിൽ പ്രോജക്റ്റ് ആയിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 1-2 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മുടെ പ്രീവിയസ് ഓണം എക്സാമിന്റെ പോർഷൻസ് എന്നൊക്കെ വരാൻ സാധ്യതയാണ്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ പ്രോജക്റ്റ് ടൈഗറിന് ഒരു പാരഗ്രാഫ് ഒക്കെ വരാം. അത് മിക്കവാറും നമ്മുടെ ആ ഒരു ടൈഗറിനെ വെച്ചിട്ടുള്ള ഇൻസിഡന്റ് അല്ല, ഷൂട്ടിംഗ് ഇൻസിഡന്റ്, ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഓണം എക്സാമിന് നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഡേഞ്ചേഴ്സ് ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ അഡിച്ചിയുടെ ഒരു കുറെ സിംഗിൾ സ്റ്റോറികൾ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഫിഡയുടെ ഫാമിലിയെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി, പിന്നെ പുസ്തകങ്ങൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള സിംഗിൾ സ്റ്റോറി, ഇങ്ങനെയുള്ള കുറച്ച് സിംഗിൾ സ്റ്റോറികൾ അവർക്ക് ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ തരത്തിലുള്ള ഒറ്റക്കഥകൾ, സിംഗിൾ സ്റ്റോറീസിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അപ്പൊ അതൊരു 6 മാർക്കിനാവും. 6 മാർക്കിനാന്ന് വിചാരിച്ചത് നിസ്സാരമാക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു പേജ് ഫുള്ളെങ്കിലും ഏറ്റവും മിനിമം നിങ്ങൾ എഴുതണം, അല്ലെങ്കിൽ ഒരു 1.25 പേജെങ്കിലും എഴുതണം ഈ ഒരു 6 മാർക്കിന് കിട്ടണമെങ്കിൽ. ഈ 7 മാർക്കിന്റെ ക്വസ്റ്റ്യനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരു 2 പുറം, അതായത് ഒരു സൈഡ് ഫുള്ളും അപ്പുറത്തെ ഒരു സൈഡ് ഫുള്ളെങ്കിലും എഴുതണം. എന്നാലേ നിങ്ങൾക്ക് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്യാരക്ടർ സ്കെച്ച്, അതേപോലെ തന്നെ റിവ്യൂ, പിന്നെ റൈറ്റപ്പ്,
നെറേറ്റീവ്, ഇങ്ങനെയുള്ള സാധനം, പിന്നെ പാരഗ്രാഫ് റൈറ്റിംഗ്, റിപ്പോർട്ട്, ഇതിനൊക്കെ ഹെഡിങ് മസ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇതിനും അപ്രീസിയേഷനും ഹെഡിങ് മസ്റ്റ് ആണ്. മറക്കരുത്, ഹെഡിങ് എഴുതിയാൽ അതിന് 1/2 മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 1/2 മാർക്ക് പോയി കിട്ടും. പിന്നെ അതേപോലെ തന്നെ പാരഗ്രാഫുകൾ, ഈ പറഞ്ഞ എല്ലാത്തിനും പാരഗ്രാഫുകൾ തിരിച്ചു വേണം എഴുതാൻ. പാരഗ്രാഫ് എഴുതിയില്ലെങ്കിൽ അതിനും നിങ്ങൾക്ക് 1/2 മാർക്കൊക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇടണം. ഇതൊക്കെ ശ്രദ്ധിക്കുക, വെറുതെ മാർക്ക് മിസ്സാക്കരുത് കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചർമാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ മെനു സാർ പറഞ്ഞതാണ്, കേൾക്കുക, അനുസരിക്കുക. ഇനി നെക്സ്റ്റ് സ്പീച്ച് ആണ്. സ്പീച്ച് റയർ ആയിട്ടാണ് ചോദിക്കാറുള്ളത്. അഥവാ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വരാം ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓർമ്മയിലെ നമ്മുടെ ജോണിന്റെ ഒരു സ്പീച്ച് ആയിരിക്കാം. അതായത് ജോൺ ഒരു വലിയൊരു ആളായിട്ട് മാറിയില്ല, അപ്പൊ ജോൺ അതൊക്കെ ഓർത്തുകൊണ്ട് പറയുന്ന ഒരു സ്പീച്ച് ആയിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വരിക ഡേഞ്ചേഴ്സ് ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മുടെ അടിച്ചിയുടെ ഒരു സ്പീച്ച് ആയിരിക്കാം. അതിലേതെങ്കിലും ഒന്നിനൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ആണ്. ന്യൂസ് റിപ്പോർട്ടിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിൽ നമ്മുടെ മാർത്തയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇതിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന് സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ മെയ്ഡ് എന്നുള്ളതിൽ ജോണ്ട സൂയിസൈഡുമായി ബന്ധപ്പെട്ട സംഭവം ഒരു സ്പീച്ച് ആയിട്ട് വരാൻ ന്യൂസ് റിപ്പോർട്ട് ആയിട്ട് വരാനും സാധ്യതയുണ്ട്. ഇനി നെക്സ്റ്റ് ലെറ്റർ ആണ്. ലെറ്റർ നമുക്ക് കൂടുതലും സാധ്യതയുള്ളത് ഒന്നുകിൽ സ്കോളർഷിപ്പ് ജാക്കറ്റിന് അത് മാർത്ത എഴുതുന്ന ഒരു ലെറ്റർ ആയിരിക്കും. മാർത്തക്ക് ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയ സന്തോഷത്തിന് മാർത്ത ആർക്കെങ്കിലും അയക്കുന്ന ലെറ്റർ ആയിരിക്കാം. അതല്ലെങ്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ മെയ്ഡിൽ ഒന്നുകിൽ ജോൺ അയക്കുന്ന ഒരു കത്ത്. കുറെ കാലത്തിന് ശേഷം ക്രോണിനെ കണ്ടുമുട്ടിയപ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ജോൺ തന്റെ ആർക്കെങ്കിലും സുഹൃത്തിന് ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്ത്, അല്ലെങ്കിൽ നമ്മുടെ ക്രോണിന്റെ ഭാര്യക്കോ ആർക്കെങ്കിലും അയക്കുന്ന ഒരു കത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോട്ടീസ് ആണ്. നോട്ടീസ് 3 ടൈപ്പ് നോട്ടീസാണ് വരാൻ സാധ്യതയുള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ഒരു കഥ, അല്ലെങ്കിൽ ഒരു പ്ലേ, ഇപ്പൊ നെവർ നെസ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലേ സ്റ്റേജ് ചെയ്യുന്നതായിട്ട്, സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു നോട്ടീസ്, ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ ഫോർമാറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിക്കാം. പിന്നെ അതല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, ഇപ്പൊ മാർത്തയ്ക്ക് ആ ഒരു അവാർഡ് കിട്ടി, അപ്പൊ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അപ്പൊ മാർത്തയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ സ്കൂളിൽ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു, അതിന് വേണ്ടിയിട്ട് നോട്ടീസ് തയ്യാറാക്കാൻ പറയും. അതല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നു, അതിനെ കുറിച്ച് നോട്ടീസ് തയ്യാറാക്കാൻ പറയും. ഇങ്ങനെയുള്ള ഇതിലേതെങ്കിലും ഒരു നോട്ടീസ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. എന്തായാലും നോട്ടീസ് മസ്റ്റ് ആണ്. നോട്ടീസ് എഴുതുമ്പോൾ അതിന്റെ ഫോർമാറ്റ്, പ്രോഗ്രാം ഇതൊക്കെ ചെയ്തിട്ട് വേണം നോട്ടീസ് എഴുതാൻ. കൃത്യമായിട്ട് നമ്മുടെ ചാനലിലുണ്ട്, കണ്ടുപിടിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുണ്ടാവും. ഒന്നുകിൽ ക്വസ്റ്റ്യനെയർ അല്ലെങ്കിൽ കോൺവെർസേഷൻ, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും വരിക. അപ്പോൾ ക്വസ്റ്റ്യനെയർ ആണ് വരുന്നതെങ്കിൽ നല്ല സുഖമാണ്. ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും എഴുതാവുന്ന കുറച്ച് ഡയലോഗുകളൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് കഥാപാത്രത്തെ ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാവുന്ന ക്വസ്റ്റ്യൻസ്. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വാർത്തയെ ഇന്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം, ജോണിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം, അങ്ങനെയല്ല അടിച്ച ഇന്റർവ്യൂ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഏത് വന്നാലും ഓരോരുത്തർക്കുമുള്ള ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഇനി നെക്സ്റ്റ് പ്രൊഫൈൽ ആണ്. പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു എഴുത്തുകാരന്റെ ഒരു പ്രൊഫൈൽ കുറച്ച് ഇൻസ് തരും, അത് ഇതാണ്. കൃത്യമായിട്ട് പ്രൊഫൈൽ എങ്ങനെ എഴുതാന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിക്കണം. 6 മാർക്കാണ്, മിസ് ചെയ്യരുത് കേട്ടോ. പിന്നെ ഫുള്ള് ഗ്രാമറുകളാണ്. ഗ്രാമറിന് ഫസ്റ്റ് ഫ്രൈസൽ വെർബ് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കും. അത് ഗ്രാമർ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാൽ അതിനകത്തുനിന്ന് മാത്രമേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുള്ളൂ. 100% ഉറപ്പിച്ചോ, അത് കണ്ടുപഠിക്കുക. പിന്നെ എഡിറ്റിംഗിൽ എന്തൊക്കെ മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുന്ന കുട്ടിക്ക് കൃത്യമായിട്ട് എഡിറ്റിംഗിന് 4 മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും, കണ്ടുപഠിക്കുക. പിന്നെ റിപ്പോർട്ടഡ് സ്പീച്ച് 2 മാർക്കിന് ചോദിക്കും, അതും നമ്മൾ കൃത്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ടുപഠിക്കുക. ഈസി ആയിട്ട് പഠിക്കട്ടെ. നമ്മളെ കുറച്ച് ഉടായ്പ വഴികളൊക്കെ ഉള്ളതാണ്, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇത് ഏവറേജ് കുട്ടിക്കും പഠിക്കാൻ പറ്റും. പിന്നെ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വെർബ് ഫ്രേസ്, അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 4 മാർക്കിനോ 3 മാർക്കിനോ 2 മാർക്കിനോ ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതും നമ്മൾ വീഡിയോ ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നതാണ്, അതും പഠിക്കാം. പിന്നെ ലാസ്റ്റത്തെ 5 മാർക്കിന് ഒരു കോൺവെർസേഷൻ ഫില്ല് ചെയ്യാനുണ്ടാവും. അതിൽ നമുക്ക് വരുന്ന ഗ്രാമറുകൾ ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ്, WH ക്വസ്റ്റ്യൻ, എസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഹാഡ് ബെറ്റർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതിന്റെയും നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഒന്നിച്ചുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് വീഡിയോകളും ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ആ പ്ലേലിസ്റ്റ് തുറന്ന് അതിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് A+ അല്ലാതെ വേറൊന്നും നിങ്ങൾ സ്വപ്നം കാണണ്ട. അപ്പൊ എന്തായാലും ഇത് ഒക്കെ പഠിച്ചാൽ വേറൊരു ഗുണം കൂടി ഉണ്ട്. ഇതിലെല്ലാം ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരില്ല, പക്ഷെ ഇതെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മോഡൽ എക്സാമിനും അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ പബ്ലിക് എക്സാമിനും നിങ്ങൾക്ക് A+ ഉറപ്പിക്കുക. കാരണം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ഇനി പബ്ലിക് എക്സാമിനും വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ പഠിത്തം, ആ ഒരൊറ്റ പഠിത്തത്തിലൂടെ ഇംഗ്ലീഷിൽ A+ നിങ്ങൾ ഇപ്പം തന്നെ ഉറപ്പിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയും. അതുകൊണ്ട് ഇപ്പം തന്നെ പരമാവധി ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിക്കുക. ബാക്കിയുള്ള മോഡൽ എക്സാമിന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പബ്ലിക് എക്സാമിനും പഠിക്കുക. പബ്ലിക് എക്സാം ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഉടായ്പൊക്കെ കൂട്ടി വെച്ചിട്ട് A+ വാങ്ങണം. എല്ലാവരും കട്ടക്ക് കൂടെ നിൽക്കുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.